ആയിട്ടാണ് വന്നേക്കുന്നത്. തന്റെ 4ാമത്തെ പാട്ട് റിലീസായതിന്റെ സന്തോഷത്തിലാണ്. ഞാൻ വലുതാകാൻ അടിപൊളി. ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് ഈ പാട്ടിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആൽവിനെ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഓക്കെ ആൽവിൻ, എന്താണ് ആൽവിൻ, what is your feeling? How do you feel? ഇങ്ങനെ ആദ്യമായിട്ട് ഇതിന് മുമ്പും ഓൾമോസ്റ്റ് 4 പാട്ട് റിലീസായി. What is your right now? What are you feeling? ഈ പാട്ടിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ മാതാവിനോട് ഏത് പാട്ട് എഴുതുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഞാൻ രചനയും സംഗീതവും കൊടുക്കുന്ന പാട്ടാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വരി തന്നെ, ഞാൻ വലുതാകാൻ എന്നുള്ളിൽ ചെറുതായ സ്നേഹത്തിൻ പേരാണ് ദിവ്യകാര്യം. അഗസ്തീനോസ് പുണ്യവാന്റെ ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആകാശത്തിലുള്ള ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എന്നെ പിന്നോളം ഉയർത്താനാണ്. അപ്പം വീണ്ടും ഞാൻ വചനത്തിൽ വായിക്കുമ്പോൾ, ഞാൻ കുറയുകയും നീ വലുതാകുകയും വേണമെന്ന് പറയുന്നത് കോൺസെപ്റ്റ്. വാസ്തവത്തിൽ ഈശോ ചെയ്തത് നമ്മുടെ സ്വന്തമാക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അവരിലേക്ക് ഉയർത്തുക. അപ്പൊ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന ദൈവം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പ്രചോദനമായിട്ട് മാറും. വിശുദ്ധ അമ്മ വഴിക്ക് പ്രചോദനമായിട്ട് മാറും. അങ്ങനെ അത് ഞാൻ എഴുതുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പാട്ട് ഞാൻ എഴുതി, 2ാമത്തേത് എഴുതി. ഇപ്പം സ്നേഹത്തിന് ഭൂതാശിയാകും എന്ന് പറയുന്നതാണ് 3ാമത്തെ പാട്ട്. 4ാമത്തെ ഈ പാട്ട് എഴുതി. അൾത്താരയും മാലാഖബന്ധം എന്ന് പറയുന്ന 2 ഇതെല്ലാം ചെയ്യാൻ ഈശോ നമുക്ക് അവസരം തന്നെയാണ്. വോയിസ് ഓഫ് ആഡം എന്ന് പറയുന്ന ബാനറിൽ അജിത്ത് ബേബി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ പാട്ടുകളെല്ലാം പുറത്തിറക്കി നമ്മളെ സഹായിക്കുന്നത്. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഒരുപാട് പാട്ടുകൾ എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വരികൾ എഴുതി പലർക്കും അയച്ചൊക്കെ കൊടുക്കുമായിരുന്നു. നിങ്ങൾ പാട്ടുകളുടെ വരികൾ അയച്ചു തരും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവസരം തരാമെന്നൊക്കെ പറഞ്ഞു പലപ്പോഴും ഞാനിങ്ങനെ അയച്ചൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ റെസ്പോൺസ് ഒന്നും വരാതെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ നിരാശ വരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേക്ഷകര് ദൈവ അനുഗ്രഹത്താൽ ഒരുപാട് പാട്ടുകളുടെ വരികൾ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു റൈറ്റ് മൊമെന്റ് കണ്ടുവച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത്, ശരിയായ സമയത്ത്, ശരിയായ സന്ദർഭത്തിൽ, ശരിയായ അവസരം തന്നെ ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മൾ കാത്തിരിക്കുക, പ്രതീക്ഷ വിടാനും. അപ്പം ഈ പാട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവികമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടായി. ഇതിന്റെ 2ാമത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്: ഞാൻ തേടും സ്നേഹം എന്നെയും തേടുന്ന പരിശുദ്ധമാകുന്ന ഈ കുർബാന എന്നുള്ളതാണ്. നീ തേടുന്നതെന്തോ അത് നിന്നെയും തേടുന്നതെന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്ത് ഒരുപാട് സന്തോഷങ്ങൾ തേടി അറിയുന്നുണ്ട് നമുക്ക്, പക്ഷെ അതൊന്നും സന്തോഷം തരുന്നില്ല. ഒരു സമയത്ത് നമുക്കൊരു സന്തോഷം തരും, പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സന്തോഷം വിട്ടുപോകും, പിന്നെ നമ്മൾ അടുത്തത് തേടിപ്പോകും. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഈ സന്തോഷം നമുക്ക് കിട്ടുന്നത് ദൈവത്തിന് മാത്രമാണ്. ഇത് ദൈവം നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ അവരുടെ സ്നേഹത്തെ സ്വന്തമാക്കുന്നതാണ്. ആ ഏറ്റവും സ്വന്തമാക്കാനുള്ള സമയം ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാനയുടെ സമയം. ഞാൻ തേടുന്ന ദൈവം, ആ സ്നേഹം എന്നെയും തേടുന്ന സമയമാണ്. ഈ വരികളൊക്കെ എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് അതുപോലെ പ്രാർത്ഥനയുടെ സമയത്ത്, കുർബാനയുടെ സമയത്ത് എൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്നതാണ്. വലിയൊരു അനുഗ്രഹത്തിന്റെ സമയമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇപ്പം 4 പാട്ട് ഇനി എന്തൊക്കെയാണ് അടുത്ത പാട്ടുകളുണ്ടോ? ചേലാം മ്യൂസിക് പ്രോജക്റ്റിൽ ഇതിന് ബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വോയിസ് ഓഫ് ആഡത്തിന്റെ ബാനറിലാണ് പാട്ടുകളെല്ലാം ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. വോയിസ് ഓഫ് ആഡത്തെ കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അജിത്ത് ബേബി, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹമാണ് ഈ പാട്ടുകളെല്ലാം നമ്മളെ ഇറക്കാൻ സഹായിക്കുന്നത്. വലിയ പ്രചോദനം. സാധാരണ നമ്മൾ ഈ മ്യൂസിക് ആൽബങ്ങൾ ഇറക്കുന്ന സമയത്ത് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി നമ്മൾ പാടിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പേരെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ വോയിസ് ഓഫ് ആഡ് ഒരു സുവിശേഷ പ്രഘോഷണമായിട്ടാണ് കാണുന്നത് മ്യൂസിക് ഇൻഡസ്ട്രി. അപ്പൊ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുതുമുഖങ്ങളായിട്ടുള്ള പാട്ടുകാർക്ക് പാടാൻ അവസരം കൊടുക്കുക, എഴുത്തുകാർക്ക് അവസരം കൊടുക്കുക. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അജിത്തേട്ടൻ എന്നിലേക്ക് വരുന്നു, എന്നെ വിളിക്കുന്നു, നീ വരി എഴുതാമെന്ന് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ദൈവം നമ്മളിലേക്ക് റൈറ്റ് ടൈം ഒരാളെ കൊണ്ടു ആദ്യത്തെ പാട്ട് എഴുതുന്നു. തിരുവോസ്തിയായ എൻജിഒയിൽ എന്നുള്ളതാണ് ആദ്യത്തെ പാട്ട്. അത് പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് അനുഗ്രഹമുണ്ട്. 2ാമത്തെ പാട്ട് എഴുതി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് റിലീസായത്. സ്നേഹത്തിന് ഭൂതാശിയാണ് 2ാമത്തെ പാട്ട് എഴുതിയത്. പക്ഷെ 3ാമത് ഞാൻ എഴുതിയ പാട്ടാണ് അൾത്താരയും മാലാഖയും. അതാണ് അതിന് മുമ്പ് റിലീസായത്. അപ്പൊ ഈ പാട്ടുകളുടെയൊക്കെ സമയത്ത് നമുക്ക് ചില സമയത്ത് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാടാനുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട്, ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവം കറക്റ്റ് ടൈമിന് ചില ആൾക്കാരെ കരുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ എൻ്റെ ഏറ്റവും പുതിയതായിട്ട് എഴുതി ഈ പാട്ടിൽ പോലും നമുക്കൊരു പ്രൊഡ്യൂസർ കിട്ടുന്നില്ല. ഈ പാട്ടിന്റെ വരികൾ വന്നു, സംഗീതം വന്നു, പ്രൊഡ്യൂസ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. പ്രൊഡ്യൂസർ കിട്ടിയാൽ മാത്രമേ നമുക്ക് പാട്ട് പാടും ആളെ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രാർത്ഥിക്കാനുള്ളതാണ്. ഞാൻ മാത്രമല്ല,
വോയിസ് ഓഫ് ആഡത്തിന്റെ ബാനറിൽ നമ്മൾ പാട്ട് ഇറക്കുന്നു. ഇതിനൊരു ടീം തന്നെ ഉണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ആ പാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു നല്ലൊരു പ്രാർത്ഥനയുടെ ശക്തി, അത് തന്നെയാണ് ഈ വോയിസ് ഓഫ് ആഡത്തിന്റെ ശക്തിയും ഇതിൽ ഇറങ്ങുന്ന പാട്ടുകളുടെ വിജയത്തിന്റെ കാര്യം തന്നെയില്ല. അപ്പം അങ്ങനെ ഇറങ്ങി ഈ സുവിശേഷ പ്രഘോഷണം അനേകരിലേക്ക് എത്തിക്കുക. ഇന്ന് വോയിസ് ഓഫ് ആഡം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കും. അപ്പം അജിത്തേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം എപ്പോഴും ഇതൊരു സുവിശേഷ പ്രഘോഷണമാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ ഇതൊരു പൈസ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു വഴിയായിട്ടല്ല, സുവിശേഷ പ്രഘോഷണം എന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാട്ടിലൂടെ യുവജനങ്ങളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ദൈവം തന്നെ തെരഞ്ഞെടുക്കുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുകയാണ്. ഇതിന് നന്ദി പറയാം. കാരണം നമുക്ക് ഇപ്പൊ യുവജനങ്ങൾക്കാണെങ്കിലും ഇന്നത്തെ കാലത്തിൽ എനിക്ക് മ്യൂസിക് ഹാസ് എ ബിഗ് റോൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പാട്ടായിക്കോട്ടെ, ഡാൻസ്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റിക് വാല്യൂ ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ടാലന്റ്, ആ ഒരു സ്കില്ല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടുമ്പോൾ ഒരു ഡബിൾ ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ഒരു സന്തോഷമാണ് അല്ലെ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ അപ്പം ഈ റെസ്പോൺസിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടോ മിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് യൂഷ്വലി എല്ലാവരും പറയാം അടിപൊളി പാട്ട്, നല്ല പാട്ട്, നല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് വിച്ച് മേഡ് യു ഫീൽ ലൈക്ക് ഐ ഹാവ് ദിസ്, ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, അതെനിക്ക് കിട്ടി എന്നുള്ള ഒരു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം നയിക്കുന്ന ഒരു വഴിയാണ്. ഇപ്പൊ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് വരികൾ നന്നായിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് സംഗീതം നല്ല സംഗീതമാണ്, നല്ല കരോക്കെയാണ്, നല്ല കോറസാണ്, നല്ല ഇപ്പൊ കരോക്കെയൊക്കെ ആൾക്കാർ ചോദിച്ചു കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാചകമാണ്, എളിമ ഉള്ളവരെ ദൈവം ഉയർത്തുന്നത്, താണനിലത്തെ നീരൊടുന്നത്. ഇതിന് പ്രൊഡ്യൂസർ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, താണനിലത്തെ നീരൊടുന്നത്. അദ്ദേഹം കുവൈറ്റിലെ ബിസിനസ്സുകാരനാണ് ജീവൻ തോമസ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ്. താഴ്ന്നു കിടക്കുന്നവരെ ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെ ഓർക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. അത് നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടാവണം. അപ്പൊ ചേച്ചി ചോദിച്ചതുപോലെ ഒരുപാട് നല്ല കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഈ പാട്ടുമായി ബന്ധപ്പെട്ട് നല്ല വരികയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ആത്മാവിൽ തൊടുന്ന വരികളാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അഹങ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്ന അവസരത്തിനോട് ഞാൻ കാണിക്കുന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും, നല്ല കമന്റ്സ് വന്നിട്ട്, നല്ല ആശയങ്ങൾ തന്നിട്ട് ദൈവം സംസാരിക്കും. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, അവിടുത്തെ കാരുണ്യത്തിന് കീഴിൽ ചേർന്ന് നിൽക്കുന്നവരെ അവർ നിർത്തിക്കും. ഞാൻ എത്ര അവസരങ്ങൾ തന്നാലും ഞാനൊന്നുമല്ല, പക്ഷെ ദൈവം എനിക്കൊരു അവസരം തരുന്നു, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക, എന്റെ ദൈവം അതിനൊരു ഉപകരണമാക്കി. ഒരുപാട് നല്ല പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേര് നല്ല വരികളിൽ എഴുതാൻ സാധിക്കുന്ന പ്രാർത്ഥന. ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ ആൾക്കാരിലേക്ക് പ്രാർത്ഥിക്കാൻ അവസരം മാത്രമല്ല, നമുക്കും ഒരുപാട് പ്രാർത്ഥന കിട്ടുന്നുണ്ട്, കൂടുതൽ നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നത്. ഉള്ളും തട്ടിയ ആൾക്കാർ ഒരുപാട് നമുക്ക് പ്രോത്സാഹിക്കുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ഒരു ശക്തിയായിട്ട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ദൈവം തന്നാൽ മാത്രമേ ഉണ്ടാവൂ. ദൈവം തന്നില്ലെങ്കിൽ നമുക്കൊന്നും നമ്മൾ പലതും കെട്ടിപ്പൊക്കാൻ നോക്കും, പക്ഷെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, മടിച്ചു. പക്ഷെ തമ്പുരാൻ തരുന്നതിന് ഒരു വാല്യൂ ഉണ്ട്, അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ തമ്പുരാന്റെ കാര്യത്തിന് വേണ്ടി ചേർന്ന് വിശ്വസ്തയോടെ നിൽക്കാൻ കൃപയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒത്തിരി സന്തോഷം ആൽബിന്റെ ഒരു ജേർണി മനസ്സിലാക്കാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പറ്റിയത്. ഇതുപോലെ ഇനി ഇത് ഇഷ്ടം പോലെ പാട്ടുകൾ ആൽബിന് എഴുതാൻ പറ്റട്ടെ. അതൊരു ഒത്തിരി അനേകം ഹൃദയങ്ങളെ സ്പർശിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആത്മീയമായ രീതിയിൽ ഉയർത്തുന്ന വരികളും പാട്ടുകളും എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി അധികം ആൾക്കാരെ ഇപ്പം പറഞ്ഞതുപോലെ ഈ ബാനർ കൂടി പുതുമുഖങ്ങൾക്ക് നല്ല ചാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ആൽബിനെ പോലെ തന്നെ വീടുകളിലേക്ക് ഇരുന്ന് ആരും അറിയാതെ എഴുതുന്ന ഒത്തിരി അധികം യുവജനങ്ങൾ കാണും, പിള്ളേർ കാണും. അപ്പൊ അവർക്കൊക്കെ ആൽബിന് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം ഈ ജേർണി ഇവിടെ തീരുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ആവുകയാണ്. ഇനി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പാട്ടുകളും നോട്ട് ജസ്റ്റ് സോങ്സ്, ബിക്കോസ് എനിക്കറിയാം ആൽബിന് വളരെ പല പല മേഖലകളിൽ ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് എല്ലാവർക്കും ഒരു കാര്യം പറയാനുള്ളൂ, കർത്താവിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക,
തക്ക സമയത്ത് നമ്മൾ ഉയർത്തിക്കൊള്ളും. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരും, കൊടുങ്കാറ്റുകൾ വരും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അലൗ ഗോഡ് ടു റൈറ്റ് യുവർ ഹിസ്റ്ററി. നിന്റെ ജീവിതത്തിന്റെ ചരിത്രം എഴുതാൻ നീ ദൈവത്തെ അനുവദിക്കുന്നു. നമ്മൾ ബുദ്ധിമുട്ട് ചരിത്രം എഴുതുമ്പോൾ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു ചരിത്രം ഉണ്ടാവും. പക്ഷെ ദൈവം ചരിത്രം എഴുതുമ്പോൾ രക്ഷാകര ചരിത്രമായിട്ട് മാറും. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, നമ്മുടെ സാഹചര്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മൾ കൊടുക്കും. നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രമേ ഇൻസ്ട്രുമെന്റ്. അങ്ങനെ ദൈവം എന്നിൽ എന്തോ കാരുണ്യം തോന്നി, അത് എന്നെ ദൈവം ഉപയോഗിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി ദൈവത്തിന് ഞാൻ പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒരുപാട് നന്ദി. തുടർന്ന് പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവുക. ഒത്തിരി നന്ദി. ഞാൻ വലുതാകാൻ എന്നുള്ളിൽ ചെറുതായ സ്നേഹം